ഇതൊക്കെ ഇത്തിരി വെയിൽ പോയിട്ട് ചെയ്താ പോരെ, അല്ലെങ്കിൽ ഇത്തിരി നേർത്ത് കാണിച്ച് തിരുമ്പിയിട്ടാ മതിയേ. രാവിലെയൊക്കെ ഒരു വക തിരുമ്പിയിടൽ കഴിഞ്ഞു താത്ത. ആ കുട്ടിയാണെങ്കിൽ ഏത് നേരം അപ്പീടൽ മൂത്രമൊഴിക്കൽ തന്നെ. ഇതൊക്കെ കൈയോടെ തിരുമ്പിയിട്ടില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് വേറെ ഇട്ട് കൊടുക്കാൻ തുണികളൊന്നും ഇല്ലേ. അല്ലടി, കോട്ടന്റെ വെള്ളം കൊണ്ട് വേണമെങ്കിലേ വീട്ടിലുണ്ട്. വേണമെങ്കിൽ നീ വന്ന് രണ്ടെണ്ണം കൊണ്ടക്കോ, ഒഴിവുള്ള പങ്കിട് വായോട്ടാ. അല്ല, അതിനിപ്പോ നിനക്ക് എവിടെ ഒഴിവില്ലേ? അമ്മായിമ്മന്റെ പ്രസവം നോക്കിട്ട് വന്ന മരുമാണ്ട് ഒരു ഗതികേടേ. വല്ലാത്ത കഷ്ടം തന്നെ നിന്റെ കാര്യം. നാട്ടിൽ മൊത്തം ഇവരെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അല്ല ശരി, നിനക്ക് ഇതിന്റെ വല്ല കാര്യണ്ടാ? നിനക്ക് കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയിരുന്നൂടെ? എന്തിനാ വെറുതെ നാണകെട്ട് പരിപാടിക്ക് നിൽക്കുന്നത്? ഞാനും കൂടി പോയാ പിന്നെ ഇവന്റെയും കുട്ടീന്റെ ഒക്കെ കാര്യങ്ങൾ ആരാ നോക്കുക? എന്തെങ്കിലും ആവട്ടാത്ത. എന്താപ്പത്, അവർക്ക് വേറെ ആരുമില്ലേ? രണ്ടാങ്ങളമാരുണ്ട്, നാത്തൂമാരുണ്ട്, പിന്നെ ഇപ്പൊ എന്താണ്? കുടുംബക്കാരൊന്നും ഇല്ലാത്തവരൊന്നല്ലല്ലോ. വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് നോക്കട്ടേന്ന്. നീ എന്തിനാണ് വെറുതെ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുന്നത്? അല്ല, ഞാൻ പറഞ്ഞോന്നുള്ളൂ കേട്ടോ. ഞാനേ ഒന്ന് പോയിട്ട് അമ്മായിമ്മനെയും കുട്ടീനെ ഒന്ന് കണ്ടിട്ട് വരട്ടേട്ടാ. അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. വയസ്സാം കാലത്ത് തള്ളക്കിളക്കം മൂത്തിട്ട് ഓരോന്ന് ഒപ്പിച്ചതിന് ഞാൻ എന്തിനാ ഇവിടെ കടന്ന് കഷ്ടപ്പെടുന്നത്?